ഹായ് എവ്രി വൺ, ആർ4ഐയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ Q1 കോർപ്പറേറ്റ് ഏർണിംഗ് റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ജൂലൈ 31 വരെയുള്ള ഒരു റിസൾട്ടിൻ്റെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഏകദേശം 970ഓളം സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. വേറെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം 5000-ലധികം സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ റിസൾട്ട് പ്രസിദ്ധീകരിച്ച സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ നമ്മൾ ഓവറോൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, അവിടെ 624ഓളം സ്റ്റോക്കുകൾ പോസിറ്റീവ് ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 347ഓളം സ്റ്റോക്കുകളാണ് നെഗറ്റീവ് ഗ്രോത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂരിഭാഗം സ്റ്റോക്കുകളും പോസിറ്റീവ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്രയൊക്കെ വളറ്റൈലായാലും അല്ലെങ്കിൽ അത് താഴ്ന്നിട്ട് ബോട്ടം ലെവലിലെത്തിയാലും അത് 52 വീക്ക് ലോയിലേക്ക് പോയാലും എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഈ സ്റ്റോക്കുകളൊക്കെ അൾട്ടിമേറ്റ്ലി തിരിച്ചു വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഏർണിങ്സ് ഇമ്പ്രൂവ് ആവണം. അപ്പോൾ മാർക്കറ്റ് ആത്യന്തികമായിട്ട് ഫോളോ ചെയ്യുന്നത് ഒരു കമ്പനിയുടെ ഏർണിങ്സ് ആണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ഏർണിങ്സിന് ആനുപാതികമായിട്ട് ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉയരും. അപ്പോൾ 1000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള റിസൾട്ട് പ്രസിദ്ധീകരിച്ച സ്റ്റോക്കുകളുടെ ഒരു ഓവറോൾ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മീഡിയം റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ ഡബിൾ ആയതായിട്ട് കാണാം. കൂടാതെ മീഡിയം എബിട്ട ഏകദേശം 24% ഉയർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ 8 ക്വാർട്ടറിലുള്ള ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ്. കൂടാതെ മീഡിയൻ EPS-ഉം അതും ഏകദേശം 26% വെച്ചിട്ട് ഉയർന്നിട്ടുണ്ട്. ഇത് പല ക്വാർട്ടറുകളിലേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു EPS ഗ്രോത്താണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഭാവി ഇപ്പോൾ ശോഭനം തന്നെയാണ്. അപ്പോൾ അവിടെ ഏറ്റവും അധികം കൺസേൺ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചുള്ളത് അതിൻ്റെ വാല്യുവേഷൻസ് ആണ്. എന്നാൽ നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് MSCIയുടെ എമേർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് പരിശോധിച്ചാൽ അവിടെയുള്ള പ്രൈസ് ടു ബുക്ക് വാല്യൂ അത് ഇന്ത്യയുടേത് കഴിഞ്ഞ 25 വർഷത്തെ ലോവസ്റ്റ് പോയിന്റിൽ നിൽക്കുകയാണ്. ഇപ്പോൾ പ്രൈസ് ടു ബുക്ക് വാല്യൂ കുറയുന്നത് അസറ്റിന് ആനുപാതികമായിട്ടുള്ള മൂല്യം ആ സ്റ്റോക്കിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ MSCI എമേർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിൽ ചൈന, തായ്വാൻ, സൗത്ത് കൊറിയ, ബ്രസീൽ തുടങ്ങിയ പ്രധാനപ്പെട്ട വികസ്വര രാജ്യങ്ങളിലെ കമ്പനികളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡെക്സിൻ്റെ ശരാശരി പ്രൈസ് ടു ബുക്ക് വാല്യൂവിൻ്റെ ആ ഒരു റേഷ്യോവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ റിലേറ്റീവ് വാല്യുവേഷൻ സമീപകാലത്തെ താഴ്ന്ന നിലയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തായ്വാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ സെമി കണ്ടക്ടർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ കുതിച്ചുചാട്ടമാണ് ഈ MSCI എമേർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിലുള്ള മൊത്തം മൂല്യം ഉയരാൻ കാരണമായത്. അപ്പോൾ അവിടെ നമ്മുടെ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഈ ചിപ്പ് മേഖലയിലെ സ്റ്റോക്കുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രോത്ത് സ്റ്റോറിയോട് ആനുപാതികമായിട്ട് മുന്നേറാൻ ഇന്ത്യൻ മാർക്കറ്റിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലെ ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായ എൻട്രി പോയിന്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന Q1 ഏർണിങ്സ് റിപ്പോർട്ടുകളുടെ ആ ഒരു ഓവറോൾ പെർഫോമൻസ് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ പല റിസൾട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പല സ്റ്റോക്കുകളും നല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടും അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 20% മുതൽ 30% വരെ പല സ്റ്റോക്കുകളും ഇപ്പോഴും താഴ്ത്തു തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ കഴിയും. അതിൽ ചില സ്റ്റോക്കുകൾ ഇവിടെ ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന് ഹിന്ദുസ്ഥാൻ സിങ്കാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 539 എന്ന പ്രൈസിലാണ്. 733 ഇതിൻ്റെ 52 വീക്ക് ഹൈ. അപ്പോൾ അവിടെ നിന്നും ഏകദേശം 26% ഈ സ്റ്റോക്ക് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ സ്റ്റോക്കിൻ്റെ PE അതിൻ്റെ 3 ഇയേഴ്സിൻ്റെ മീഡിയം PEയേക്കാൾ താഴെയും വന്നിട്ടുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ Q1 റിസൾട്ടുകൾ നമ്മൾ പരിശോധിച്ചാൽ മികച്ച റിസൾട്ടാണ് ഈ സ്റ്റോക്ക് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ ഹിന്ദുസ്ഥാൻ സിങ്ക് നമുക്കറിയാം നല്ല ഡിവിഡൻഡ് ഈൽഡുള്ള ഒരു സ്റ്റോക്കാണ്. 2% മുകളിലുള്ള ഒരു ഡിവിഡൻഡ് ഈൽഡ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഗ്ലോബൽ ലെവലിൽ സിങ്ക്, ലെഡ് തുടങ്ങിയ മെറ്റലുകളുടെ വിലയിലുണ്ടായിട്ടുള്ള ആ ഒരു വേരിയേഷൻസും അപ്പോൾ അതുപോലെ ഇതിൻ്റെ പാരന്റ് കമ്പനിയായ വേദാന്ത അവരുടെ സ്റ്റോക്ക് വിൽപ്പനയുമൊക്കെയാണ് നിലവിൽ ഹിന്ദുസ്ഥാൻ സിങ്കിനെ താഴോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ സിൽവർ, സിങ്ക് ലോഹങ്ങളുടെ ഗ്ലോബൽ ഡിമാൻഡ് മെച്ചപ്പെടുമ്പോൾ മികച്ച ക്യാഷ് ഫ്ലോ ഉള്ള ഈ ഒരു കമ്പനിക്ക് വേഗത്തിൽ തിരിച്ചെത്താൻ സാധിക്കും. കൂടാതെ ഉയർന്ന ഡിവിഡൻഡ് നൽകുന്ന ഒരു സ്റ്റോക്ക് കൂടി ആയതിനാൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഏത് സമയം തിരിച്ചു വരുന്ന ഒരു സ്റ്റോക്കായിരിക്കും ഹിന്ദുസ്ഥാൻ സിങ്ക്. മറ്റൊരു സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിക്സൺ ടെക്നോളജീസ് ആണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 14,000 ലെവലിലാണ് നിൽക്കുന്നത്. 10,000-ന് താഴെ വരെ ഇതിൻ്റെ പ്രൈസ് താഴോട്ടേക്ക് പോയിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് ഒരു നഷ്ടബോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ 52 വീക്ക് ഹൈ 18,000 ലെവൽ വരെ ഉയർന്നിരുന്നു. ഇപ്പോഴും ആ ഒരു ഹൈയിൽ നിന്നും 23% ഡൗൺ ആയിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 45 എന്ന റേഞ്ചിലാണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 118 വരെ ഉയർന്നിരുന്നു. ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ എക്സലൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും കമ്പനി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് വൻതോതിൽ ഉയർന്നത് കാരണം വാല്യുവേഷൻ ഉയർന്ന തോതിലേക്ക് പോയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു ഘട്ടത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏത് സ്റ്റോക്കിലും ഉണ്ടാവും. അതാണ് ഈ സ്റ്റോക്കിലും സംഭവിച്ചത്. ഇന്ത്യയിലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് മേഖലയിലെ ഒരു
മാർക്കറ്റ് ലീഡിംഗ് കമ്പനിയാണ് ഡിക്സൺ. ഗവൺമെൻറ്റിൻ്റെ PLI സ്കീമുകളും കൂടാതെ മൊബൈൽ ലാപ്ടോപ്പ് ബ്രാൻഡുകളിൽ നിന്നുള്ള ഓർഡറുകളും കാരണം വരും ക്വാർട്ടറുകളിലും ഇതിൻ്റെ വരുമാനം ഉയരുകയും സ്റ്റോക്ക് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുമാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തൊരു സ്റ്റോക്ക് നാഷണൽ അലൂമിനിയമാണ്. ഇതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 350 എന്ന ലെവലിലാണ്. 445 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു ഇത്. ആ ഒരു ലെവലിൽ നിന്ന് 21% ഈ സ്റ്റോക്ക് ഇപ്പോൾ താഴെയാണ് നിൽക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ PEയും അതിൻ്റെ മീഡിയം PEയേക്കാൾ താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 3% ഒരു ഡിവിഡൻഡ് ഈൽഡ് നൽകുന്ന നാഷണൽ അലൂമിനിയം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ്. ഇതിൻ്റെ റിസൾട്ടും വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഈ Q1 അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അലൂമിനിയം മെറ്റലിലുണ്ടായിട്ടുള്ള ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസും കമോഡിറ്റി സ്റ്റോക്കുകളിൽ പൊതുവായിട്ട് വന്നിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങുമാണ് സ്റ്റോക്ക് താഴോട്ടേക്ക് വരാൻ കാരണം. അപ്പോൾ കുറഞ്ഞ ചെലവിൽ അലൂമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് നാഷണൽ അലൂമിനിയം. ഗ്ലോബൽ ലെവലിൽ മെറ്റൽ സ്റ്റോക്കിൻ്റെ വില വീണ്ടും ഉയരുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ 52 വീക്കായി തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് നാൽക്കോ. മറ്റൊരു സ്റ്റോക്ക് ഉദാഹരണത്തിന് കാണുകയാണെങ്കിൽ കാനറ റോബേക്കോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 261 എന്ന റേഞ്ചിലാണ്. 354 എന്നുള്ള ഹൈ ഈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നു. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 23 എന്ന റേഞ്ചിലാണ്. അത് 3 ഇയർ മീഡിയം PEയേക്കാൾ താഴെയാണ്. കൂടാതെ അതിൻ്റെ ഹൈയിൽ നിന്ന് 26% ഈ സ്റ്റോക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 1% കൂടുതൽ ഡിവിഡൻഡ് ഡീൽ നൽകുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണിത്. ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും വളരെ എക്സലൻ്റ് ആയിട്ടാണ് ഇയർ ഓൺ ഇയറിലും ക്വാർട്ടറിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ റീറ്റെയിൽ നിക്ഷേപകരുടെ എണ്ണം SIP വഴിയുള്ള നിക്ഷേപങ്ങളും തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാനറ ബാങ്കും ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ കമ്പനിയായിട്ടുള്ള റൊബേക്കോയും ചേർന്നുള്ള ആ ഒരു പങ്കാളിത്തം ഈ സ്റ്റോക്കിന് ഒരു മികച്ച ക്രെഡിബിലിറ്റി നൽകുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് വീണ്ടും റാലി ആരംഭിക്കുകയും അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വളർച്ച മികച്ച രീതിയിൽ തുടരുകയും ചെയ്താൽ തീർച്ചയായിട്ടും കാനറ റൊബേക്കോ അതിൻ്റെ പഴയ ഹൈയിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകൾ ഒരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രം. ഇത്തരത്തിലുള്ള ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. അതിൻ്റെ നല്ല റിസൾട്ടുകൾ വന്നിട്ട് പോലും അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും വലിയ തോതിൽ താഴോട്ടേക്കാണ് പല സ്റ്റോക്കുകളും നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ മാർക്കറ്റിൽ ഒരു ബുൾ റാലി ഉണ്ടാവുകയാണെങ്കിൽ ഈ പല സ്റ്റോക്കുകളും അതിൻ്റെ പഴയ ഹൈയിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ഇത്തരത്തിൽ ഇവിടെ പരാമർശിക്കാത്ത ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്രിസിൽ, അതുപോലെ ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, തങ്കമായി ജ്വല്ലറീസ്, അറ്റ്ലാന്റ ഇലക്ട്രിക്, വാരി റിന്യൂവബിൾസ്, ബോറോസിൽ റിന്യൂവബിൾസ്, ഇക്ര, റിഫെക്സ് ഇൻഡസ്ട്രീസ്, ഡൈനാമിക് കേബിൾസ്, അങ്ങനെ തുടങ്ങി ധാരാളം സ്റ്റോക്കുകൾ നമുക്ക് ഈ രീതിയിൽ പിക്ക് ചെയ്യാൻ സാധിക്കും. എങ്കിൽ പോലും നമ്മൾ ഈ സ്റ്റോക്കുകൾ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായ സപ്പോർട്ട് ലെവലുകളിലേക്ക് ആ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് Q1 ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.